ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ റിദൂസിൻ്റെ സൈക്കിളാണ് കേട്ടോ. ഒരു 4 വയസ്സെങ്ങാണ്ടുള്ളപ്പോൾ വാങ്ങിക്കൊടുത്തതാണ്. അന്നൊക്കെ വീടിൻ്റെ ഉള്ളിലൂടെയായിരുന്നു കേട്ടോ ചവിട്ടിക്കൊണ്ടിരുന്നത്. ഈ ഒരു സമ്മർ വെക്കേഷനിലാണ് ആൾ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നത്. അപ്പോൾ ഒരു കുഴപ്പം പറ്റി. സൈക്കിൾ ചെറുതായി, അവൾ വലുതായി. റോട്ടിലിറങ്ങി സൈക്കിൾ ചവിട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഈ സൈക്കിൾ പോരാന്ന് അവൾക്ക് തോന്നി തുടങ്ങിയത്. ഫ്രണ്ട്സിൻ്റെ കൂടെ റേസിന് പോയിട്ട് അവൾ ജയിക്കുന്നില്ല പോലും. അപ്പോൾ പുതിയൊരു സൈക്കിൾ വേണമെന്നുള്ള ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള സൊല്യൂഷനും അവൾ തന്നെ കണ്ടെത്തി. അവളുടെ സമ്പാദ്യക്കൊടുക്ക പൊട്ടിക്കാം, ആ പൈസ എടുത്തിട്ട് സൈക്കിൾ വാങ്ങാമെന്ന്. അങ്ങനെ നമ്മൾ അവളുടെ സമ്പാദ്യക്കൊടുക്ക പൊട്ടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അവൾക്ക് ആര് പോക്കറ്റ് മണി കൊടുത്താലും ഇതുപോലൊരു കുടുക്കയിലിട്ട് വയ്ക്കാൻ ആദ്യം തന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആര് പൈസ കൊടുത്താലും കുട്ടി അത് നേരെ കൊണ്ടുവന്നിട്ട് ഈ കുടുക്കയിലിട്ട് വെക്കും. ഇപ്പതാ സ്വന്തം സമ്പാദ്യം കൊണ്ട് സൈക്കിൾ വാങ്ങിക്കാൻ പോവാണ് ആള്. അതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ ആ മുഖത്ത് കാണുന്നത്. അടുത്ത നിമിഷം അങ്ങനെ പപ്പയും മോളും കൂടെ അത് പൊട്ടിച്ചിട്ടുണ്ട്. കൂടുതലും നോട്ടായിരുന്നു കേട്ടോ. അതിൽ ചില്ലറ വളരെ കുറവായിരുന്നു. അപ്പോൾ പൈസയൊക്കെ നമ്മൾ എണ്ണി നോക്കിയപ്പോൾ 3000 ഒരു 10 രൂപ കുറവേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ 10 രൂപ അവൾക്ക് കൊടുത്തത് 3000 രൂപയാക്കിയിട്ടുണ്ട്. ബാക്കി നമ്മുടെ പഴയ സൈക്കിൾ കൊടുത്തിട്ട് അതിൻ്റെ പൈസയും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പുതിയ സൈക്കിൾ. എൻ്റെ വീട്ടിൽ പോയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഇവിടേക്ക് വന്ന് പോകുമ്പോഴോ ആണ് കേട്ടോ അവൾക്ക് കൂടുതലും പോക്കറ്റ് മണി കൊടുക്കാറുള്ളത്. അവർ 20 രൂപ വെച്ചിട്ടാണ് അവൾക്ക് ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സമ്പാദ്യക്കൊടുക്ക പൊട്ടിച്ചപ്പോൾ അതിൽ 20 രൂപയുടെ നോട്ടുകളായിരുന്നു കേട്ടോ കൂടുതലും ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ കണക്കൊക്കെ അറിഞ്ഞു തുടങ്ങിയപ്പോൾ അവൾ അച്ഛനോട് 100 രൂപ ചോദിച്ച് വാങ്ങാൻ തുടങ്ങി. പൈസയൊക്കെ സെറ്റായ സ്ഥിതിക്ക് നമുക്കിനി സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടി പോവാട്ടോ. വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിലാണ് നമ്മൾ പോകുന്നത്. കടുങ്ങല്ലൂരും തന്നെയാണ് കേട്ടോ ഈ സൈക്കിൾ ഷോപ്പ് ഉള്ളത്. നമ്മുടെ ആദ്യത്തെ സൈക്കിളും അവിടെ തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിങ്ക് കളർ സൈക്കിൾ മതി എന്നായിരുന്നു അവളുടെ ആവശ്യം. അവിടെ ചെന്നപ്പോൾ ആദ്യം കണ്ടത് തന്നെ പിങ്ക് കളർ സൈക്കിളായിരുന്നു. പിന്നെ അത് മതി എന്ന് പറഞ്ഞ് അത് കയറിയിരിപ്പായിരുന്നു കേട്ടോ. ഒന്ന് ട്രയലൊക്കെ നോക്കിയ ശേഷം പിന്നെ ആ പിങ്ക് സൈക്കിൾ തന്നെ നമ്മൾ ഉറപ്പിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ സപ്പോർട്ടിങ് വീൽസൊക്കെ എടുത്ത് മാറ്റിയിട്ട് സ്റ്റാൻഡൊക്കെ ഫിക്സ് ചെയ്യാണ്. അതുപോലെ തന്നെ ഒരു ബെല്ലും ഒരു മിററും ഒക്കെ അതിന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സൈക്കിൾ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തിയപാട് സൈക്കിളും കൊണ്ട് റോഡിലേക്ക് ഇറങ്ങാനായിരുന്നു പ്ലാന്. പക്ഷെ മഴ ചതിച്ചു ഗൈസ്. ആൾക്കത് ശരിക്കും ചവിട്ടി നോക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഇനി മഴയില്ലാത്തൊരു ദിവസം വൈകുന്നേരം സൈക്കിളായിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലെത്തിയപാട് പപ്പയും മോളും കൂടെ വീലിൻ്റെ സൈഡിലുള്ള കവറുകളൊക്കെ പറിച്ച് കളഞ്ഞു. പിന്നെ മുറ്റത്ത് 1-2 തവണ ചവിട്ടി നോക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.